എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് മുത്തശ്ശനോട് പറയാം, എന്നാലും കുറച്ച് കഷ്ടമായി പോയി. മലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും മൂർത്തിസാറിന്റെ അസുഖങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായെന്ന് ചോദിക്കുക. ഇത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു, ആര് പറഞ്ഞു അസുഖം മാറിയില്ലാന്ന്? എന്റെ അസുഖം മാറിയിടോന്ന് പറയണ. ഇദ്ദേഹം വെറുതെ കള്ളം പറയല്ലെന്ന് പറയണ. ഞാനെന്തിനാ കള്ളം പറയണേ? സത്യമായിട്ടുള്ള കാര്യ. ഇത് ഡോക്ടർ പറഞ്ഞ കാര്യ. എന്നിട്ട് പിന്നെ പറഞ്ഞോ അസുഖം ഭേദമായിട്ടൊന്നും ഇല്ലാന്ന്. അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ. 100% എന്റെ അസുഖം ഭേദമായെന്ന് പറയാം. ഡോക്ടർ പറഞ്ഞ കാര്യ. അത് പിന്നെ ഞാൻ അപ്പൊ കള്ളം പറഞ്ഞ ഈ കുടുംബത്തിന്റെ നല്ല രീതിയിലുള്ള ഇപ്പോഴത്തെ പോക്കിന് അങ്ങനെ കള്ളം പറയണം എനിക്ക് തോന്നി. അല്ലെങ്കിൽ മിക്കവാറും അറിയാലോ, എന്റെ അസുഖം ഭേദമായെന്ന് അറിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ പിന്നെ പല പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. ഈ കുടുംബം ഈ രീതിയിൽ ഇപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോകത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ കുടുംബം ഒരു കരയ്ക്ക് എത്തുന്നോടം വരെ ചില കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞേ മതിയാവുള്ളൂ. അതുകൊണ്ടാ ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞാൽ എന്നാലും ഇത് കുറച്ച് കടന്നു കൈയായി പോയിട്ടോ. ഒരു പക്ഷേങ്കില് നാളെ കുട്ടികൾ ആരെങ്കിലും അറിഞ്ഞാലോ? എങ്ങനെ അറിയാനാ? ഡോക്ടർ ഞാനും തമ്മിലൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ആദർശാണെങ്കിലും ജയനാണെങ്കിലും വിളിക്കും എന്നെ കുറിച്ച് ചോദിക്കാൻ ഡോക്ടറോട്. അപ്പൊ ഡോക്ടർ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുള്ളൂ, എനിക്ക് കുറവില്ലെന്നൊക്കെയോ പറയുള്ളൂ. എന്നാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ദൈവം പോലും പൊറുക്കോ? ദൈവം ചിലപ്പോ ആ അസുഖം തിരിച്ചു തരില്ലെന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും ഇല്ലടോ. അറിയാലോ, ദൈവത്തിന് വരെ അറിയാം എന്റെ അവസ്ഥ എന്താന്ന് ഇപ്പോഴത്തെ. പിന്നെ 10-75 വയസ്സായില്ലേ. ആദ്യം ഞാനല്ലേ അല്ലെങ്കിൽ പോവേണ്ടത്. ഭാര്യമാരിക്കും ഭർത്താക്കന്മാര് പോകുന്ന നല്ലത്. അപ്പൊ ഞാൻ ആദ്യം പോണ്ടേ? തനിക്ക് മുമ്പേ പോണ്ട ആള് ഞാനാ. ഇനി ഒത്തിരി കാലം ജീവിക്കണം, നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. ദൈവമായിട്ട് നമുക്കൊരു വിധി ഉണ്ടാക്കിയിട്ടുണ്ട്, ആ സമയത്ത് നമ്മൾ പോണോന്ന് പറയാം. ഇത് കേട്ട മുത്തശ്ശി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷേങ്കിലും ഇല്ലാന്ന് പറയാം. നായനമോളെ പോയി കൂട്ടിക്കൊണ്ട് വരണം, എത്രയും പെട്ടെന്ന് തന്നെ. എത്ര ദിവസം എന്ന് വെച്ചാൽ അവളെ അവിടെ നിർത്തുന്നേ? ഇത് കേട്ട മുത്തശ്ശൻ പറഞ്ഞു, ശരിയാ, ആദർശനോട് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം. ഇനി അവളെ അവിടെ അങ്ങനെ നിർത്തിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെയാണെങ്കിലും ദേവേനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ദേവേനി ഇടയ്ക്കിടയ്ക്ക് കാറിൽ പാത്തു നൽകിയ പെൺകുട്ടിയെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറഞ്ഞു, ആ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ അസുഖങ്ങളൊക്കെ ഭേദമായിട്ട് വരുവാണല്ലോ, അപ്പൊ പിന്നെ കാണാനായിട്ടുള്ള ആകാംക്ഷ കൂടും. ഒരുപക്ഷെ ഇനിയിപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന പറയാൻ പറ്റില്ല എന്ന് പറയണം. ഈ സമയം അനാമിക ഫോണിനകത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണം. അപ്പോഴേക്കും രേവതി ഇങ്ങനെ ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് വരിക. നീ ഫോണിനകത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന കേട്ടോ. നിനക്ക് അനന്തപുരിയിലേക്ക് പോകണമെന്ന് ഒരു താല്പര്യമില്ല. നിനക്ക് ഈ നോക്കിയിരിക്കണ സമയത്ത് ആ അനിയെ ഒന്ന് ഫോൺ വിളിച്ചാൽ എന്താ മോളേന്ന് ചോദിക്കുക. പിന്നെ അവനെ ഫോൺ വിളിക്കാനായിട്ട് എനിക്ക് എന്താ അത്യാവശ്യം? അവൻ മലയ്ക്ക് പോയിട്ട് വന്നു, എന്നെ ഒന്ന് വിളിച്ചോ? ഇല്ലല്ലോ. ആ പ്രസാദം ഒന്ന് കൊണ്ടുതരാൻ വന്നോ? അതുമില്ല. പിന്നെ ഞാനിതിന് അവളെ വിളിക്കാൻ അവനെ വിളിക്കാൻ പോണേന്ന് ചോദിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇങ്ങനെ വിളിക്കാതെ പറയാതിരുന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ലോ. ഒരു കാരണവശാലും ഇല്ല. അവനെ വിളിച്ചിട്ടേ കാര്യമുള്ളെന്ന് പറയാം. എന്റെ അമ്മേ, അവൻ എന്നെ വേണ്ട, പിന്നെ ഞാൻ എന്തിനാ? എടി മോളെ, അവന് വേണ്ടാന്ന് പറഞ്ഞാലും അങ്ങോട്ട് ഇടിച്ചു കയറി നിൽക്കേണ്ട ആള് നീയല്ലേന്ന് ചോദിക്കുക. പിന്നെ ഇടിച്ചു കയറി നിൽക്കണം പോലും. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ നന്ദുവായിട്ട് അവന് ബന്ധമുണ്ട്. അത് ചോദ്യം ചെയ്യുമ്പോൾ അവൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ചെന്നാലും ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. പിന്നെ ഞാൻ എന്തിനാമ്മേ വലിഞ്ഞു കയറി അങ്ങോട്ട് ചെല്ലുന്നേ? മോളെ, നീ ഇങ്ങനെ ഈ വാശി പിടിച്ച് ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? അല്ല, നീ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പരിഹാരം ആകുമോ? ഒരിക്കലും ഇല്ല. നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ നന്ദു ആ ഗ്യാപ്പിലങ്ങ് നുഴഞ്ഞു കയറും. പിന്നെ നീ ഔട്ടാവും. പിന്നെ അവർ രണ്ടുപേരും ഒന്നാവും. പിന്നെ ഒരിക്കലും നിനക്ക് അങ്ങോട്ട് കയറാൻ പോലും പറ്റില്ല. നിനക്കൊരു പിടിവള്ളു പോലും ഇല്ലാത്തൊരവസ്ഥയാ. ഒരു കുഞ്ഞുണ്ടെങ്കിൽ നിനക്ക് ആ പേര് പറഞ്ഞ് അവിടെ പോയി നിൽക്കായിരുന്നു. ഇത് അതും ഇല്ലാത്തൊരവസ്ഥയല്ലേ? ഇനി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ തന്നെ ഒന്ന് ചിന്തിക്കാൻ പറയാം. ഒരു കാര്യം ചെയ്യ, നീ ഇപ്പൊ തൽക്കാലത്തേക്ക് നിന്റെ വെല്ലുമേനെങ്കിലും ഒന്ന് വിളിക്ക്. അവരെങ്കിലും വിളിച്ച് ഒന്ന് മണിയടിച്ച് നിൽക്ക്. പിന്നീട് വെല്ലുമേനെ വിളിച്ച് മണിയടിക്കുവാണെങ്കിൽ ഒരുപക്ഷെ അനിയോട് അവർ റെക്കമെൻഡ് ചെയ്തോളും നിനക്ക് വേണ്ടിയിട്ട്. അപ്പൊ അനിയോട് അവർ റെക്കമെൻഡ് ചെയ്തിട്ട് വേണം എനിക്ക് ആ വീട്ടിലേക്ക് തിരികെ കയറാൻ എന്ന് പറയാണ് അനാമിക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റാൻ നോക്കാതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. ഈ സമയം ജയൻ ലാപ്ടോപ്പിൽ ഓരോ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ദേവേന ഇങ്ങോട്ട് വരുന്നത്. ദേവേന വന്നിട്ട് ചോദിച്ചു, അല്ല ജയേട്ടാ, എനിക്ക് കരള് പാത്തെന്താ ആ പെൺകുട്ടി അതാരാന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ജയൻ പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ. എന്താ ജയേട്ടാ? ജയേട്ടൻ അറിയില്ലേ അവളെ? അറിയാം. എന്താ അവളുടെ പേരെന്താന്ന് ചോദിക്കുക. പേരെന്തോ, പെട്ടെന്ന് എന്ത് പേര് പറയണമെന്ന് അറിയത്തില്ല. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ ദേവേനിച്ചു, നയനേന്നല്ലേന്ന് ചോദിക്കാം. അതെ നയനേന്ന് തന്നെയാന്ന് പറയാണ്. അതെ, മുമ്പ് ആദർശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു
ആദർശിന്റെ ഭാര്യയുടെ അതേ പേര് തന്നെയാണ്. അല്ല ഇപ്പം എന്താ ആ പേര് പറയാൻ ചേട്ടന് ഇത്ര മടി? അല്ല പിന്നെ ആ നയന എന്നുള്ള പേര് ഞാൻ പറഞ്ഞാ നിനക്ക് ഇഷ്ടപ്പെടുവോ? കാരണം നിന്റെ മരുമോളുടെ പേരല്ലേ, അതുകൊണ്ടാ ഞാൻ പിന്നെ ആ പേരും കൂടെ പറയാത്തേന്ന് പറയാം. ഉം മനസ്സിലായി എന്നുള്ള ഒരു അർത്ഥത്തിൽ ദേവേന്റെ തലയാട്ടുവാണ്. അപ്പം അവക്ക് നയനയുടെ അതേ പ്രായം തന്നെ അല്ലേന്ന് ചോദിക്കും. അത്രയും പ്രായമൊന്നും അങ്ങനെയല്ല, ചിലപ്പോ 1-2 വയസ്സിന്റെ വ്യത്യാസം കാണുമായിരിക്കും എന്ന് ജയൻ പറയാണ്. കാരണം അല്ലാതെ സെയിം പ്രായം പറയാൻ പറ്റില്ലോ. പക്ഷെ ആദർശ് അങ്ങനെ അല്ലല്ലോ പറഞ്ഞു, സെയിം പ്രായമാണെന്നാണല്ലോ പറഞ്ഞത്. അത് പിന്നെ ആദർശിന് ചിലപ്പോൾ അങ്ങനെ തോന്നിക്കാണും, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ചിലപ്പോൾ 1-2 വയസ്സിന്റെ ഡിഫറൻസ് എനിക്ക് തോന്നിയെന്ന് പറയാം. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ വരെ ഇത് പോയാലോ ചേട്ടന്ന് ചോദിക്കും. അവിടെ പോവാനോ? അയ്യോ, എങ്ങനെ ഇപ്പൊ അവിടെ പോണേ? നിനക്ക് വയ്യായികയല്ലേന്ന് ചോദിക്കും. എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം. അതെ, ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, നമുക്ക് പിന്നെ ഒരു ദിവസം പോകാം, ഇപ്പൊ അതിനുള്ള സമയമൊന്നും ഇല്ലാന്ന് പറയണം. എന്താ ചേട്ടാ? ഒന്നും ഇല്ലാന്ന് പറയണം. എന്തോ ചേട്ടൻ മറക്കുന്നുണ്ടോ? ചേട്ടനാണെങ്കിലും ആദർശാണെങ്കിലും എന്നിൽ നിന്ന് എന്തോ മറക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നിൽ നിന്ന് എന്ത് മറിച്ചാലും ഞാൻ ഇത് കണ്ടുപിടിക്കൂട്ടോ എന്ന് പറയണം. ഇത് കേട്ടതും ജയൻ ആകെ പടരി വിഭ്രാന്തിയായി. പിന്നീട് ദേവയാനി അങ്ങോട്ടേക്ക് പോവാണ്. ജയൻ ഈ സമയം ആലോചിച്ചു, ഇവള് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല, അതെന്താന്ന് കണ്ടുപിടിക്കാനായിട്ട് പോവും. പിന്നീട് ആദർശ് തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവേനെ ഇങ്ങോട്ട് വരുന്നത്. ദേവേനെ വന്നിട്ട് പറഞ്ഞു, അല്ലട മോനെ, നീ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? നിനക്ക് ആ അനിയെ ഒന്ന് ഉപദേശിച്ചുകൂടെ? എന്തിന്? ആ അനാമിക മോള് പോയിട്ട് എത്ര കാലം ഇവിടുന്ന്, അവളെ ഒന്നും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേന്ന് ചോദിക്കും. അതിനിപ്പം ഞാനല്ലോ കൂട്ടിക്കൊണ്ട് വരണ്ടേ, അവനല്ലേ കൂട്ടിക്കൊണ്ട് വരണെന്ന് പറയാം. അതിന് അവൻ പോകുന്നില്ലോ, അപ്പൊ നീ അവന്റെ ചേട്ടനല്ലേ, അപ്പൊ നീ വേണ്ടേ അവനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട്? അത് നീ പറയാതെ അവൻ അനുസരിക്കുമോന്ന് ചോദിക്കുക. അത് പിന്നെ ഞാൻ പറഞ്ഞ അവൻ അനുസരിക്കോ? പിന്നെ നീ പറഞ്ഞ അവൻ അനുസരിക്കും, അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ആര് പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിലും നിന്നെ അവന് വിശ്വാസമാണ്, നിന്നോട് അവന് അനുസരണ ഉണ്ടെന്ന് പറയാം. അപ്പോഴേക്കും ജാനകി വന്നിട്ട് പറഞ്ഞു, അങ്ങനെ വിളിച്ചോണ്ട് വരാനായിട്ട് ഇവൻ പറയോ? കാരണം ഇവന്റെ ഭാര്യയ്ക്കൊന്നും ഇഷ്ടമില്ല അനാമിക മോൾ ഇങ്ങോട്ട് വരുന്നേ, അതുകൊണ്ട് ഇവൻ ഒരിക്കലും പറയില്ല എന്ന് പറയണം. ഇത് കേട്ടതും ആദർശ് പറഞ്ഞു, അതെ ഇളയമ്മ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാനങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം അനിയാണ്, അനിയുടെ ഭാര്യയാണ്, അവനറിയാൻ വിളിച്ചോണ്ട് വരണോ വേണ്ടേന്നൊക്കെ. പിന്നെ അവള് ചെയ്ത പ്രവൃത്തികളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അവളെ ഇങ്ങോട്ട് ഒരിക്കലും അനി വിളിച്ചോണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടൻ ജാനകി പറഞ്ഞു, അതിന് മാത്രം എന്ത് പ്രവൃത്തിയും ചെയ്തേ? ഒരു പ്രവൃത്തിയും ചെയ്തില്ലേ? അവിടെ ചെന്നിട്ട് നയനയെ വീട്ടിൽ ചെന്നിട്ട് നയനയുടെ പിടിച്ച് തള്ളിയില്ലെന്ന് ചോദിക്കും. അതാണോ വലിയ കാര്യമായിട്ട്? ആ പിടിച്ച് തള്ളിയെന്ന് ഓർത്ത് ഒരു കുഴപ്പവും സംഭവിക്കാനില്ല. ആ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് അവനോട് പോകാല്ലെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ പോയതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിക്കും. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ലെന്ന് ആദർശ് പറയാ, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ സമയം ജാനകി പറഞ്ഞു, എന്താ കാര്യമില്ലാത്ത? നിന്റെ ഭാര്യനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും പറയുമ്പോൾ നിനക്ക് അങ്ങോട്ട് പൊള്ളും അല്ലേ ആദർശേന്ന് ചോദിക്കാം. അതെ പൊള്ളും, കാരണം അവളുടെ അത്ര മഹത്വമുള്ള പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയതാ, നിങ്ങളുടെ തെറ്റെന്ന് പറയാ. ഇതെല്ലാം ദേവേനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആദർശ് പറയുന്ന ഓരോ വാക്കുകളും. പെട്ടെന്ന് ദേവേനെ വെച്ചു, അതിന് മാത്രം അവൾക്ക് എന്താണോ ഉള്ളത് നിന്റെ ഭാര്യയ്ക്ക്? അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ദിവസം വരും. പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയാനും പറ്റില്ലോ, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കണ്ട. ഇപ്പൊ ഞാനതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ ജാനി പറഞ്ഞു, കണ്ടില്ലേ, ഇവനും അവനും എല്ലാം ആ നയനയ്ക്ക് നയനയുടെ വീട്ടുകാർക്ക് സപ്പോർട്ടാ, പിന്നെ എങ്ങനെയാ അനാമിയോളെ ഇങ്ങോട്ട് അനി കൂട്ടിക്കൊണ്ട് വരുന്നത്? അല്ല ഇത്രയും കാലം ആദർശ് പറയുന്ന അനുസരിച്ചല്ലേ അനി വളർന്നു വന്നേ, ആദർശിനെ കണ്ടതാ വളർന്നു വന്നിരിക്കുന്നത്. അപ്പൊ ആദർശിന്റെ സ്വഭാവം അവൻ കാണിക്കത്തുള്ളൂ. ഇനിയിപ്പൊ അവൻ എന്തേലും മാറ്റം പറഞ്ഞാൽ പോലും ആദർശ് പറയണം നീ പോയി വിളിച്ചോണ്ട് വരാനായിട്ട്. പക്ഷെ ഇവനെ വിളിച്ചോണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടത്തിന്ന് പറയാം. ഇത് കേട്ടത് ആദർശ് പറഞ്ഞു, ഞാൻ തൽക്കാലത്തേക്ക് ആരോടും ഒന്നും പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല, എനിക്ക് എന്റെ കാര്യമില്ല, അവന്റെ ഭാര്യനെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് അവൻ തീരുമാനിക്കണം, അല്ലാതെ ഞാനല്ല എന്നും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞങ്ങോട്ട് പോവാണ്. അങ്ങനെ ആദർശ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ദേവയാനോട് ജാനകി പറഞ്ഞു, കണ്ടില്ലേ അവൻ പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞുകൊണ്ടൊന്നും ഒരു ഗുണമില്ല, അവരൊരിക്കലും അനിയോട് പോയി പറയത്തൊന്നുമില്ല, അനാമയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നില്ലെന്ന് പറയണം. ആ സമയം ദേവേന ഇങ്ങനെ ആലോചിച്ചു, ഒരു പക്ഷെ ഇപ്പം ആദർശി പോയിട്ടുണ്ടായിരിക്കുക അനിയുടെ അടുത്തേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ അനിയുടെ അടുത്തേക്ക് ചെല്ലുവാണെങ്കിൽ അവർ തമ്മിലുള്ള സംസാരം എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കും. പതുക്കെ ദേവേനി അവരുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം അനി ഒരു കവിതയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ആദർശ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ആദർശ് എന്നിട്ട് പറഞ്ഞു, ദേ അനി, നീ എന്ത് ചെയ്യാനോ ഉദ്ദേശിക്കുന്നേ ചോദിക്കുക. എന്ത് ചെയ്യാൻ ആദർശേട്ടാ, ഞാനൊരു കവിത എഴുതിക്കൊണ്ടിരിക്കുക. അതല്ല, നീ അനാമികനെ വിളിച്ചോണ്ട് വരുന്നില്ലേന്ന് ചോദിക്കുക. ദേ ആദർശേട്ടാ, ഞാൻ എന്തിനാ അവളെ വിളിച്ചോണ്ട് വരണേ? അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. ദേ നിന്റെ ഭാര്യ എന്നുള്ള കാര്യം നിനക്കറിയത്തില്ലേ? ഭാര്യയാണ് പോലും. ഭാര്യയാണെങ്കിൽ അതിൻ്റെതായ ഒരു സ്ഥാനം വേണം.
ഇവള് എനിക്കൊരു സ്ഥാനം തന്നിട്ടുണ്ടോ? ഒരു ഭർത്താവിന്റെ സ്ഥാനം തന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇത്രയും നാളെ ഇന്ന് വരെ അവൾ ആ സ്ഥാനം എനിക്ക് തന്നിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാ അവളെ ഭാര്യയായിട്ട് കാണുന്നേ? അതിനേക്കാൾ ഉപരി അവൾക്ക് എന്നോടൊരു താല്പര്യമില്ല എന്ന് പറയണം. അപ്പോഴേക്കും ദേവേനെ അവിടെ ഒന്ന് മറിഞ്ഞു നിൽക്കുകയാണ്. ഇവര് സംസാരിക്കുന്നത് എന്താന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ആദർശ് പറഞ്ഞു, അതെ, അവൾക്ക് നിന്നോട് താല്പര്യമില്ലാത്ത നീ നന്ദുവിനെ കാണാൻ പോകുന്നു എന്നൊക്കെ ഓർത്തര. ഇപ്പോഴത്തെ പുതിയ പ്രശ്നം അതല്ലേ? അതാണോ ആദർശേട്ടാ? ഞാൻ എന്തുകൊണ്ടാ അന്ന് അങ്ങോട്ടേക്ക് പോയത്? അത് നന്ദുവിനെ കാണാൻ വേണ്ടിട്ടല്ല, ഏട്ടത്തിനെ കാണാൻ വേണ്ടിട്ടാന്ന് പറയണം. അത് ഏട്ടന് മനസ്സിലാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആദർശ് പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, ഏട്ടത്തിനെ കാണാൻ പോയെന്നായിരിക്കും. പക്ഷേ എങ്കിൽ അത് കാണുന്നവർക്ക് അങ്ങനെ തോന്നുന്നില്ലോ അനി. കാണുന്നവർ പറയുന്നത് എന്താ, നീ നന്ദുവിനെ കാണാൻ പോകുന്നല്ലേ? അത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതെന്റെ കുഴപ്പമല്ല എന്ന് പറയാം. അതെ, ഏട്ടനൊരു കാര്യം ചെയ്യാം, അനാമയെ വിളിക്കുന്ന കാര്യം പറയാതെ ഏട്ടത്തിയമ്മേനെ പോയി വിളിച്ചോണ്ട് ഞാൻ പറയണം. ഓ, ഞാൻ ഇനി അപ്പം വിളിച്ചോണ്ട് വരണം, അതിന്റെ കുഴപ്പമല്ലേന്ന് ചോദിക്കും. എന്താ, ഏട്ടത്തിയമ്മനെ വിളിച്ചോണ്ട് വരുന്നില്ലേ? എടാ, അവളെ വിളിച്ചോണ്ട് വരുന്ന ഇവിടെ അമ്മയ്ക്കൊന്നും ഇഷ്ടമില്ല. ഓ, ഇനിയിപ്പോ വല്യമ്മയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ടായിരിക്കും ഏട്ടൻ വിളിച്ചോണ്ട് വരുവുള്ളൂ അല്ലേ? അതെ, വല്യമ്മയ്ക്ക് ഏടത്തിയുടെ മഹത്വം അറിയത്തില്ലാത്തോണ്ടാ, വല്യമ്മയ്ക്ക് ചെയ്തു കൊടുത്ത ആ വലിയ ഉപകാരം അറിയത്തില്ലാത്തോണ്ടാ, ഈ കുടുംബത്തിൽ ആർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ ഏടത്തിനെ ഇങ്ങനെ മാറ്റിയെടുത്തുന്നത്. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏടത്തിനെ എല്ലാരും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരും. ഈ പറയുന്ന വല്യമ്മയാണല്ലോ സ്നേഹിക്കൂന്ന് പറയാം. ഇത് കേട്ടോ ദേവേനയുടെ മനസ്സൊന്ന് ഞെട്ടി. ഒരു പക്ഷെ എന്തായിരിക്കും തനിക്ക് വേണ്ടി ചെയ്തെന്ന ആ വലിയ ഉപകാരം എന്തായിരിക്കും? അപ്പൊ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ സത്യമാണോ? തനിക്ക് കരള് പാത്ത് തന്നത് അവളാണോ എന്നൊരു ചിന്ത ദേവേനയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് ആദർശ് പറഞ്ഞു, അതെ, നീ നിന്റെ ഏട്ടത്തിനെ വിളിച്ചോണ്ട് വരുന്ന കാര്യങ്ങൾ നാഴിക്ക് 40 വട്ടം പറയാതെ അവളെ വിളിച്ചോണ്ട് വരുന്ന കാര്യം പറയാൻ പറയണം. ദേ, അത് മാത്രം പറയരുത്. ഒന്നാമത്തെ കാര്യം, അവൾക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കാണിച്ചു കണ്ടില്ലേ എന്തൊക്കെ പരിപാടിയാ? ആ നന്ദുവിനോട് ആ ക്രൂരത കാണിക്കാൻ പാടുണ്ടായിരുന്നോ? ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ അങ്ങനെ? അപ്പൊ ഈ സമയത്ത് കേട്ടോണ്ട് ദേവേനെ ഓർത്തു, നന്ദുവിനോട് എന്താ ചെയ്തേ അനാമിക? ഒന്നും അങ്ങോട്ട് അറിയത്തില്ലോ, എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഇതിന്റെ ഇടയ്ക്ക്. ഈ തങ്ങളൊന്നും അറിയാതെ ഈ കുടുംബത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതെന്താണെന്ന് മാത്രം അറിയത്തില്ല. പിന്നീട് അനി പറഞ്ഞു, അതുകൊണ്ട് ഞാനിപ്പോ തൽക്കാലത്തേക്ക് അവളെ വിളിച്ചോണ്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ആദർശാണ് എന്താന്ന് വെച്ചാൽ ചെയ്യുക, ഞാനൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാണ്. ഈ സമയം ദേവേനെ അവിടെ നിന്ന് പോവാണ്. എന്തോ കാര്യമുണ്ട്, എന്താണെങ്കിലും കണ്ടുപിടിക്കണം. എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട് എല്ലാരും കൂടെ കൂടി ചേർന്നിട്ട്. പിന്നീട് ആദർശ് നേരെ നയനയെ കാണാനായിട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് കനകയും ഗോവിന്ദനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഉള്ളിലും ഭയങ്കര രാധി ഉണ്ടായിരുന്നു. കനക പറഞ്ഞു, കഴിഞ്ഞ ദിവസം നന്ദൂട്ടിനെതിരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി. ഇനിയിപ്പം നന്ദൂട്ടിന് പുറത്തിറങ്ങുന്ന സമയത്ത് നന്ദൂട്ടിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുന്ന ആര് കണ്ടു? ആ പടര് പേടിയാണല്ലോ ഗോവിന്ദേട്ടാന്ന് പറയാ. അത് ശരിയാ, പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാന്ന് വെച്ചാൽ നേരത്തെ കൊടുത്തിട്ടിട്ട് എന്താ പ്രയോജനം ഇരിക്കുന്നത്? അതുകൊണ്ടൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല. എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണ. അപ്പോഴേക്കും അങ്ങോട്ട് ആദർശം വന്നു. ആദർശം കണ്ടതും അവർക്ക് സന്തോഷമായി. ആ മോനോ വാ ഇരിക്കാനൊക്കെ പറയണം. അല്ല, ഇരിക്കണില്ല, എനിക്ക് അല്പം ധൃതി ഉണ്ടെന്ന് പറയണ. നയനെ എന്തെന്ന് ചോദിക്കുക. നയനെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ നയനെ അങ്ങോട്ട് ഇറങ്ങി വന്നു. പിന്നീട് നയനയോട് പറഞ്ഞു, അതെ, നിന്നെ എല്ലാരും വീട്ടിൽ കാത്തിരിക്കുക, നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നാ പറഞ്ഞ. ഇങ്ങോട്ട് ഇറങ്ങാത്ത സമയത്ത് അനിയും കൂടെ അത് പറഞ്ഞു പറയണ. ഇത് കേട്ടതും നയന പറഞ്ഞു, ഞാനിപ്പോ വരുന്നില്ല ആദർശേട്ടാ. അതെന്താ? ഞാൻ വന്നാൽ ശരിയാകത്തില്ലെന്ന് പറയാ. ഓ, അമ്മേനെ ഓർത്തിട്ടായിരിക്കും. അത് ശരി തന്നെയാ. ഒരു പക്ഷെ അമ്മ എന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല. അമ്മ എന്നെ അംഗീകരിക്കുന്ന ഒരു സമയം വരട്ടെ, അപ്പോഴേ ഞാൻ ആ വീട്ടിലേക്ക് വരുന്നുള്ളൂ. അല്ലാതെ ഞാൻ ആ വീട്ടിലേക്ക് വരുന്നില്ലെന്ന് പറയാ. നീ ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ? നീ ചോദിക്കുക. വാശിയല്ല ആദർശേട്ടാ, എന്റെ മനസ്സിന് ഒരു ഇത് തോന്നണ്ടേ. കാരണം ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരിക്കലും എന്നെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല എന്ന് പറയാം. ശരി, നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അങ്ങനെ നടക്കട്ടെ. നിനക്ക് ഇനിയിപ്പോ ഇവിടെ നിൽക്കാനേ താല്പര്യം, അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാൻ ഇടയ്ക്കും മുട്ടിനും വന്നോളാം, വേണമെങ്കിൽ 2 ദിവസം ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കുകയും ചെയ്യാം. ഇനിയിപ്പം നിന്റെ മനസ്സ് മാറാതെ നീ അങ്ങോട്ടേക്ക് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദർശ് പോകുന്നത്. പിന്നീട് ജയന് കമ്പനിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ദേവേനി വരുന്നത്. ദേവേനി വന്നിട്ട് പറഞ്ഞു, ജയേട്ടാ, എനിക്ക് ആ പെൺകുട്ടീനെ ഒന്ന് കാണാൻ പോണെന്ന് പറയണം. എവിടെ? അല്ല, ആ പെൺകുട്ടിയുടെ വീട്ടിലെ. ജയേട്ടൻ എന്നോടൊപ്പം വരണമെന്ന് പറയാ. ഇത് കേട്ടും ജയനൊന്നും ഞെട്ടി. നീ എന്തൊക്കെയാ ദേവേനി പറയണെന്ന് ചോദിക്കുക. അത് ചേട്ടാ, ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. എനിക്ക് ആ പെൺകുട്ടീനെ കണ്ടേ മതിയാവുള്ളൂ പറയാ. എനിക്ക് കരള് പാത്തുന്ന പെൺകുട്ടിയല്ലേ, എനിക്ക് അവളെ കാണണമെന്ന് പറയാം. ഇതേ ദേവേനി, എനിക്കാണെങ്കിൽ ഓഫീസിൽ അല്പം തിരക്കുണ്ട്, ഞാൻ ധൃതി പിടിച്ചു പോവാ. അത് മാത്രമല്ല, നിനക്കിപ്പോൾ അസുഖം ഇത്ര ഭേദമായിട്ടില്ലോ, പിന്നെ നീ എന്തിനാ പോണെന്ന് ഷാഡ്യം പിടിക്കണമെന്ന് ചോദിക്കുക. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ കൊണ്ടോണെന്ന് പറയാ. ആകപ്പാടെ പെട്ടുപോയി ജയന്. അപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുന്നത്. അവർ വന്നിട്ട് എന്താ കാര്യം ചോദിക്കുക. ദേവേനി പറയുന്നേ, അവൾക്ക് കരള് പാത്ത് നൽകി ആ പെൺകുട്ടിയെ അവൾക്ക് പോയി കാണണമെന്നു. ഇത് കേട്ടത് മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം നോക്കുകയാണ്. മുത്തശ്ശൻ പറഞ്ഞു, അതിന്
ഇപ്പൊ നിനക്ക് പുറത്തേക്ക് ഇറങ്ങാറായോ ദേവേനി? നിന്റെ അസുഖമൊക്കെ ഭേദമായി വരുന്നല്ലേ ഉള്ളൂ. എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ. എന്നോട് അത്യാവശ്യം നടന്നോളം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. പിന്നെ അത് അത്യാവശ്യത്തിനല്ലേ. ഇപ്പൊ ക്ഷേത്രത്തിലേക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് നീ പോകുന്നുണ്ട്, അതിന്റെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. നന്നായിട്ട് ഭേദമായിട്ട് മതിയെന്ന് പറയാം. ഏയ്, അതൊന്നും ഒരു കുഴപ്പമില്ല അച്ഛാ. എനിക്കൊരു പ്രശ്നമില്ല. എനിക്കിപ്പോ ആ പെൺകുട്ടിയെ കാണാൻ പോയെന്നോർത്ത് ഒന്നും സംഭവിക്കാനും പോകുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു, അത് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിനക്ക് ഇത്രയും കൂടെ ഒക്കെ ഭേദമായിട്ട് പോയാൽ മതി എന്ന് എൻ്റെ അഭിപ്രായം എന്ന് പറയാം. ദേവേനി പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നെ നിന്ന് എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നതിന് നിങ്ങളെല്ലാവരും കൂടെ എന്നെ എന്തിനാ തടയണേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയില്ലാതെ അവർ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പൊ ഇന്നത്തെ വിശേഷം എന്താ, രാത്രി കുറെ ലേറ്റ് ആയിട്ടോ ഇട്ട കേട്ടോ. അത് അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി താമസം കേട്ടോ അപ്ലോഡായി വരാനായിട്ട്. അപ്പൊ എന്താണെങ്കിലും ഇന്നൊക്കെ കൃത്യസമയത്ത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു.